അവർ നമ്മുടെ എയർ ഹോസ്റ്റസ് എന്താണ് മണിയോട് ചോദിച്ചത്? എന്താണ് ഇത് ഇപ്പോൾ വന്നു പോയി വേണ്ടല്ലേ? അവർ ചോദിച്ചത്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും പക്ഷെ എനിക്ക് മനസ്സിലായി, എൻ്റെ കല്യാണം കഴിഞ്ഞോ എന്ന് അവർ ചോദിച്ചേ. അപ്പോൾ എന്തായിരുന്നു മറുപടി പറഞ്ഞത്? ഞാൻ പറഞ്ഞ് ഈ എന്താ പറയാ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരില്ലേ ഈ സാധനം കൊടുത്തപ്പോൾ അവർ പറഞ്ഞേ കല്യാണം കഴിയാത്ത ആൾക്കാർ ഇത് മേടിക്കില്ല എന്ന്, കുട്ടികൾക്ക് ഇടുന്ന സാധനമാണ്. കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? കല്യാണം കഴിഞ്ഞില്ല എന്ന് അവരോട് നുണ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ? എനിക്കാ എന്ത് ഉദ്ദേശം? ഞാനാകെ പറയുമ്പോൾ ഞാൻ കല്യാണം എൻ്റെ സ്വന്തം ഭാര്യ എന്ന് പറയില്ലേ, എൻ്റെ സ്വന്തം ഭാര്യയാണ്. 2 കല്യാണം കഴിച്ചിട്ടല്ല, ആ ഒരു ഭാര്യയുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ സ്വന്തം ഭാര്യയുടെ പേര് നിമ്മിന്ന. നമസ്കാരം ബാബേട്ട, നമസ്കാരം. ഞാൻ നിങ്ങളോടൊന്നല്ല വന്നേ, ഞാൻ ഈ കൂടുതലും ലേഡീസ് ആയിട്ടുള്ളൊരു അപ്പം ഞാൻ ചോദിക്കണത്, പേരെന്താണ്? ബിന്ദു പണിക്കർ. ബിന്ദു ബിന്ദു പണിക്കർ. നിങ്ങൾ ആരാണ് ആ സ്ത്രീയുടെ ഹസ്ബൻഡ്? അപ്പൊ നിങ്ങള് ഹസ്ബൻഡ് പണിക്കറാണോ? ഹസ്ബൻഡ് പണിക്കറല്ല, ഹസ്ബൻഡ് അല്ലല്ലേ. ഈ ബിന്ദു പണിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് പണിയുന്ന ആൾക്കാരുടെ പേര് കാറ് പണിക്കാർ, അല്ലെങ്കിൽ കല്ല് പണിയുന്ന ആൾക്കാരുടെ പേര് കല്ല് പണിക്കാർ, അല്ലെങ്കിൽ വീട് പണിയുന്ന ആൾക്കാർ വീട് പണിക്കാർ. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പണിക്കാരുണ്ടോ? അതുകൊണ്ടാണോ നിങ്ങളെ ബിന്ദു പണിക്കാർ എന്ന് വിളിക്കണേ? ഇല്ല, ഒരുപാട് പണിക്കാരൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ ഒരു ബിന്ദുവിൽ നിന്ന് പണിയുന്ന ഒരു പണിക്കാർ, അതാണ് ബിന്ദു പണിക്കാർ. ഓക്കെ, താങ്ക് യു. സാധാരണ ഫ്ലൈറ്റിൽ പോകുമ്പോൾ സൈഡിലെ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഓൺ ചെയ്യാനാണ് പറയാറ്, പക്ഷെ അത് അടച്ചിടാനാണ് നമ്മുടെ ക്യാമറാമാൻ പറയുന്നത്. എന്നിട്ട് ജോൽസ് ഇരിക്കുന്ന സ്ഥലത്തെ ലൈറ്റ് ഓൺ ചെയ്യൂ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്തെ ലൈറ്റ് ഓഫ് ചെയ്യുമെന്ന്. ഞാൻ ഇങ്ങനെയും ജോൽസിനെ നല്ല വെളുത്തിരിക്കണേ, പകലായിട്ട് ഒരുപാട് അജഗജാന്തര വ്യത്യാസം. എന്തായാലും ഞാൻ ചോദിക്കുകയാണ്, മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗായകൻ ആരാണെന്ന് ജോൽസിനിക്ക് പറയാൻ പറ്റുമോ? കലാഭവൻ മണി തന്നെ. അവരുടെ മുഖത്തുനിന്ന് ആ ഭാവം ഞാൻ മനസ്സിലാക്കി, കലാഭവൻ മണി തന്നെയാണെന്നാണ്. ഒരു ഉത്തരം പോലും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെയല്ലേ? താങ്ക് യു ജോൽസിന, താങ്ക് യു വെരി മച്ച്. Yeah. Just speak. About Kerala? Yeah, just like Kerala. I didn't watch the movie of Kerala yet, Yeah. but I'm gonna watch Which picture? the one you write it down for me, you know? Yeah. Raja? This one here. Yeah. I wanna watch this one. The Vasanthiyum? Yeah. Lashmiyum. He was blind, you know? Yeah. Thank you very much. No problem. Okay, thank you. നാദർഷ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പരസ്യത്തിൻ്റെ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുക. അവന് ചെറിയൊരു സംശയം. എന്താണെന്നറിയാമോ? പ്രോഗ്രാമിനുണ്ടോ എന്നുള്ളത്. അതെ, ചോദിച്ചു നോക്കാം. നാദർഷ, നീ പ്രോഗ്രാമിൽ ഉണ്ടോ എന്നുള്ള സംശയമാണ് നീ നോക്കണേ? അല്ല, നീ മൊത്തം നോക്കിയാ? ഞാൻ നീ ഇതിനകത്ത് ഉണ്ടാവും നോക്കിയാണ്. നീ ഇതിനകത്ത് ഉണ്ടാവും നോക്കിയാണ്. എന്റെ മുഖം കറുപ്പായതുകൊണ്ട് കാണുന്നില്ലടാ. നവിയ, നമസ്കാരം. ഞാൻ I am just the interview. Okay, this one rings the bell in the back. Where? Who that fellow? ആരെ വിളിച്ചേ? I am sorry. Okay. നവ്യ, സാധാരണ നമ്മൾ ഓരോരുത്തരുടെ പേരിന് മുമ്പിലേ, ഇപ്പോൾ എൻ്റെ പേര് വിളിക്കുന്നത് കലാഭവൻ മണി എന്നാണ്. പക്ഷെ എൻ്റെ പേര് മണി എന്ന് പറയുമ്പോൾ നമുക്കൊരു വെയിറ്റ് ഇല്ല. പക്ഷെ എൻ്റെ മുമ്പിൽ ഞാൻ കലാഭവൻ എന്ന് വെച്ചത് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചില ആൾക്കാർ വിളിക്കും, ഇപ്പോൾ കാവ്യ മാധവൻ, അല്ലെങ്കിൽ മീര ജാസ്മിൻ എന്നൊക്കെ വിളിക്കും. അപ്പം നവ്യക്ക് സ്വന്തം വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ നവ്യ നായർ എന്ന് വെച്ചത്? അല്ലല്ല, എന്താ കാരണം? അപ്പൂപ്പനും എല്ലാവരും അങ്ങനെ തന്നെ, ഞങ്ങൾ ജാതി അതായതുകൊണ്ട്. അപ്പൂപ്പൻ, കാവ്യയുടെ അപ്പൂപ്പൻ നായരാന്നാ പറയുന്നത്, അതുകൊണ്ടാണ്. നവ്യയുടെ അപ്പൂപ്പൻ നായരാന്നാ പറയുന്നത്, അതുകൊണ്ടാണ്.
ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത് രണ്ടുപേരാണ്. ഒന്ന് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകമായ മിസ്റ്റർ നാദിർഷൻ, അതോടൊപ്പം തന്നെ സംഗീത വിമർശകനായ TP ശാസ്ത്ര മൺകുടവും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് സംഗീതത്തോട് യോജിപ്പില്ലാത്ത കാര്യങ്ങളാണ്. ഇദ്ദേഹം സംഗീതത്തിന് ഉയർത്തിയും പറയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്കിവിടെ കേൾക്കാം. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന മിസ്റ്റർ TP ശാസ്ത്ര മൺകുടവാണ്. അപ്പോൾ താങ്കൾ ഈ മലയാള സിനിമാ ഗാനങ്ങളെ വിമർശിക്കുന്നു എന്ന് ഞാൻ കേട്ടു. എന്തുകൊണ്ടാണ് ഈ മലയാള ഗാനങ്ങൾ വിമർശിക്കുന്നത്? മലയാള ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? മലയാള സിനിമ ഗാനങ്ങളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചക്കാരി ധരിച്ച പോലെയാണ്. അതെന്താ അങ്ങനെ പറയാൻ? കാരണം ഈ പിച്ചക്കാലത്ത് പല വീട്ടിൽ നിന്നുള്ള ഫുഡ് ഒരു വീട്ടിൽ നിന്നല്ലല്ലോ. അതുമാതിരി മലയാള സിനിമ ഗാനങ്ങളെ കവർന്നു വിടുന്ന ട്യൂണിൽ അടിച്ചു മാറ്റിയിട്ടെടുക്കാം. എന്റെ അഭിപ്രായം മനസ്സിന്റെ കാതിൽ മന്ത്രിക്കും മധുവിരാത്രി, മന്ത്രിക്കും മധുവിരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. മന്ത്രിക്കും മധു അത് അതും ഇതും അതും ഇതൊക്കെ ഒന്നല്ല. ഏത് മന്ത്രിക്കും അതും ഇത് രാത്രി. നിങ്ങൾ കവിയത് വ്യക്തമാക്കൂ. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? വിദ്യാഭ്യാസ മന്ത്രിക്കും അതും ഇതും രാത്രി. പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ ചാടി എനിക്ക് ശമ്പളം തരില്ല എന്റെ MD. അതുകൊണ്ട് ചാടി കൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാടി ചാടി പോയാൽ കണ്ടു. അപ്പൊ നമുക്ക് അടുത്തേക്ക് കിടക്കാം. അതായത് 70 കാലഘട്ടത്തിലെ ഗാനങ്ങൾ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയും. പക്ഷെ 80-85 കാലഘട്ടത്തിൽ നല്ല നല്ല ഗാനങ്ങൾ നൽകിയിട്ടുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിജീത അഭിനയിച്ച ഒരു പാട്ടുണ്ട്. ആരെയും ഭാവനായകനാകും. ആരെയും ഭാവഗായകനാക്കുന്ന കത്തോലിക്ക ഭാവ ഏത് ഭാവയാണ് പറയൂ. പറയുന്ന ചില കാര്യമുണ്ട്. പക്ഷെ താങ്കൾ വിമർശിക്കേണ്ടത് ഇതുപോലുള്ള ഗാനങ്ങളില്ല. കാരണം കലാഭവമണി എന്നുള്ള മഹാകവി എന്ന ചില ഗാനങ്ങളുടെ പാടുന്ന ഗാനങ്ങളുണ്ട്. അതിനെതിരെ തെറിയാനാണ് കംപ്ലൈന്റ്. അതിന് ഈ പെണ്ണുങ്ങളെ പറഞ്ഞിരിക്കുന്നത് വളരെ വൃത്തിയായിട്ട് രീതിയിലാണെന്നാണ് പറയുന്നത്. കലാഭവമണിയുടെ പാട്ടിൽ വൃത്തിയായിട്ടുണ്ടായാലും പറഞ്ഞു സ്ത്രീകളെ പറ്റി നല്ല അഭിപ്രായമല്ലേ? സീമക്കൊന്നയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞു നിങ്ങളുടെ കവി സ്ത്രീകളെ പറ്റി എന്താ പറഞ്ഞിരിക്കുക? മലയാള സിനിമാ ഗാനങ്ങളിൽ സ്ത്രീകളെ നല്ല രീതിയിൽ പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നിയ മുല്ലപ്പും കല്ലിലോ സിക്കവിലോ കല്ലിവരവിലോ ഞാൻ വൈകില്ല ഏനറിയില്ല ഏഴമണി കാട്ടിലെ മലങ്കുറവാ ഏഴമണി കാട്ടിലെ മലങ്കുറവാ. അത് ഇവിടെ ഒന്ന് പറഞ്ഞ കാര്യമല്ല, വല്ലതും കഴിക്കണം. എന്തിന് എന്നിട്ട് പറയാം മല കുറവാണോ കുറവില്ലെന്നോ. ഞാൻ ഇവിടെ വന്നിട്ട് മലങ്കുറവാ പെണ്ണുങ്ങളെ പറ്റി ഇങ്ങനെ അപ്പൊ അദ്ദേഹം പറയുന്നതോ കുഴപ്പമുള്ളതോ മനസ്സിലായി. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കലാഭവമണി സിനിമയിൽ പാടുന്നത് അതേപോലെ ദാസേട്ടൻ സിനിമയിൽ പാടുന്നത്. പക്ഷെ ദാസേട്ടനേക്കാൾ കൂടുതൽ കാശ് കലാഭവമണി മേടിക്കുന്നു എന്നറിയുന്നു. ഈ ദാസേട്ടൻ കലാഭവമണി തമ്മിൽ വ്യത്യാസം എന്താണ്? എന്താണ് അപ്പൊ അത് കാശ് കൂടി മേടിക്കാമെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. താങ്കൾ ഈ സംഗീതത്തെ വിമർശിക്കുന്നുണ്ടല്ലോ. പല കായികമാരെയും കുയിൽ നാദമായിട്ടാണ് പറയുന്നത്. കുയിൽ കൂവുന്നത് എന്തുകൊണ്ടാണ്? എന്താ കാരണം? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ സാധാരണ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി പാട്ടുകളാണ് മലയാളത്തില്. ആ പാട്ടിൽ നല്ല പാട്ടുകൾ അത് കേട്ടോ താനും തുള്ളും.
ലജ്ജാവതിയെ നിന്റെ കള്ളകട കണ്ണിൽ ലജ്ജാവതിയെ നിന്റെ കള്ളകട കണ്ണിൽ താളം പൂവോ കമലത്താറോ നേമോ കേട്ടിടാവോ അമഴമുത്തോ മല്ലിക്കൊഴുത്തോ മീനോ മാറിയിട്ടോ വേണ്ട ഒരു പെണ്ണിന്റെ കണ്ണിൽ പോകുന്നൊക്കെ മാക്സിമം പോയി താരം പൂവ് താമര പൂവ് കടക്കണ്ണ് കണ്ണിലിച്ച് പൊടി പോയ മനുഷ്യൻ നടക്കാൻ പറ്റുന്നത് ഇവിടെ പിന്നീട് ഒരു പെണ്ണിന്റെ കണ്ണിൽ ഇത്രയും സാധനങ്ങൾ ചേച്ചി അങ്ങനെ ഈ ഭാഗം വൃത്തിയായിട്ട് പാടുകൾ ഇവിടെ വേണ്ട തുള്ളിയ ഈ പാട്ട് കേൾക്കുമ്പോ ഞാൻ തുള്ളിയല്ല എന്റെ അടുത്ത് കിടക്കുന്ന ഒരു മോട്ടോർ വെള്ളം ഒഴിക്കാൻ വെച്ചാൽ അത് സംബന്ധിച്ചില്ല അപ്പൊ ഈ സംഗീതത്തിനെ താങ്കൾ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാഴ്ച എന്ന പറയുന്ന സിനിമയില് ഡപ്പ് ഡപ്പ് ജാനിക്കുന്ന ഒരു പാട്ട് ഇറങ്ങിയിട്ട് കുട്ടികൾ വരെ തുള്ളുന്നുണ്ട്. നമുക്ക് ആ പാട്ടിന്റെ രംഗങ്ങളും ആ പാട്ടും ഒന്ന് കേട്ടു നോക്കാം. നമുക്ക് തുള്ളി പോകാം.